നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഗോതമ്പ് ദോശയ്ക്ക് വേണ്ടിയിട്ട് രാത്രി ചമ്മന്തി അരച്ചപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചമ്മന്തി നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് ഓർത്തത്. അപ്പോൾ പലരും പല രീതിയിൽ നമ്മൾ കാണിക്കണ സമയത്തുണ്ടല്ലോ, ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പരീക്ഷണാർത്ഥം ചെയ്യണതാണ് എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അങ്ങനെയല്ല കേട്ടോ. ഇതൊക്കെ ശരിക്കുള്ള ഒറിജിനലായിട്ടുള്ള റെസിപ്പീസ് തന്നെയാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ചമ്മന്തി കണ്ടാൽ തേങ്ങാ ചമ്മന്തിയാണ്, നല്ല ഉരുട്ടി ചമ്മന്തിയാണെന്നേ വിചാരിക്കുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഇത് പച്ച പപ്പായ കൊണ്ട് ഉണ്ടാക്കണ ചമ്മന്തിയാണ്. അപ്പോൾ ഇത് നമ്മളായിട്ട് പരീക്ഷിച്ച് നോക്കണതല്ല, ഇത് പണ്ട് മുതൽക്കേ തന്നെയുള്ളൊരു വിഭവമാണ്. അത് പല രീതിയിൽ പണ്ട് ഈ കുട്ടികൾക്ക് വിരശല്യം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് പപ്പായ ചുട്ടിട്ടും അടുപ്പിൽ കനലിൽ ചുട്ടെടുത്തിട്ടും ചുടാതെ പച്ചയ്ക്ക കറയോട് കൂടിയിട്ടും ഒക്കെ പല വിഭവങ്ങളും ആൾക്കാരുണ്ടാക്കി ഇരുന്നു. അതൊക്കെ അത് വയറിന് അത്രയും നല്ലതായതുകൊണ്ടാണ്. അപ്പം ആദ്യമേ തന്നെ പറയാം, പച്ചപ്പപ്പായയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കണതുമാണ്. അത് മാത്രമല്ല, ബാക്കി ഭക്ഷണ പദാർത്ഥങ്ങളെ ദഹിപ്പിക്കാനുള്ള കഴിവും ഈ പപ്പായക്കുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി പറയണില്ല. ഇതുകൊണ്ട് എങ്ങനെയാണ് നല്ല സ്വാദുള്ള ചമ്മന്തി ഉണ്ടാക്കുക, ചോറിൻ്റെ കൂടെ ആണെങ്കിലും ദോശയുടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ഒരു 1.5 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ ഉഴുന്നൊന്ന് ലൈറ്റ് ബ്രൗൺ ആയി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം എടുക്കാം. സവാള ആണെങ്കിൽ ചെറിയൊരു കഷ്ണം എടുക്കാം. ഇനിയിപ്പോൾ ഉള്ളി ഉപയോഗിക്കാത്തവർക്ക് ഉള്ളി ഒഴിവാക്കിയിട്ടും ഇതുപോലെ ചെയ്യാം കേട്ടോ. ഉള്ളിയുടെ കൂടെ തന്നെ നമ്മൾ കപ്പയ്ക്ക, അതായത് പപ്പായ ചേർക്കുകയാണ്, പച്ച പപ്പായ. ഏകദേശം ഒരു 1.5 കപ്പ് അളവിൽ. അത് കഷ്ണങ്ങൾ വലുതായാലും ചെറുതായാലും ഒന്നും കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പച്ച പപ്പായ വേവിക്കാതെയും വഴട്ടാതെയും പച്ചയ്ക്ക് അരക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത് പച്ചപ്പപ്പായയുടെ കറ ഉള്ളിലേക്ക് ചെല്ലണത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് പച്ചയ്ക്ക് അരയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് വഴട്ടിയിട്ടാണ് ചെയ്യണത്. എരിവിനനുസരിച്ചിട്ട് ഒരു 5-6 വറ്റൽമുളക് ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കാനുള്ളത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി, ഒരു തണ്ട് കറിവേപ്പില, 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത്. ഇനി ഇതും തേങ്ങ ഇല്ലാത്ത റെസിപ്പി അന്വേഷിക്കുന്നവർക്ക് തേങ്ങ ചേർക്കാതെയും പപ്പായയുടെ അല്ലെങ്കിൽ കപ്പക്കയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ തേങ്ങ ഇല്ലാതെയും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ഞാനിന്നിപ്പോൾ ഇവിടെ ഗോതമ്പ് ദോശയ്ക്ക് വേണ്ടി ഉണ്ടാക്കണോണ്ട് തേങ്ങ ചേർത്ത് ഉണ്ടാക്കണതാണ് കുറച്ചും കൂടി സ്വാദ്. അതുകൊണ്ട് മാത്രമാണ് തേങ്ങ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 1.5 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. തണുത്തതിന് ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചീഞ്ചട്ടിയുടെ ചൂടിൽ മാത്രമാണ് ഈ കറിവേപ്പിലയും തേങ്ങയും കായപ്പൊടിയും പുളിയും ഒന്ന് വെറുതെ ചൂടായാൽ മാത്രം മതി. മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം പച്ചപ്പപ്പായ വെന്ത് കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു ജലാംശം ഉണ്ടാവും, അത് മാത്രം മതി. ഇതുപോലെ ഇങ്ങനെ നല്ലോണം ഒതുക്കി ഉരുട്ടി ചമ്മന്തി പോലെ അരച്ചെടുക്കണതാണ് ഇതിൽ ഏറ്റവും സ്വാദ്. പിന്നെ ഇപ്പോൾ ചട്നി പോലെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ആക്കാം. പക്ഷേ ഉരുട്ടി ചമ്മന്തി പോലെ എടുക്കണതാണ് ഏറ്റവും സ്വാദ്. അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കാത്തവർ എന്താണെങ്കിലും ഇതുണ്ടാക്കി നോക്കണം. കാരണം അത്രയും നമുക്ക് ഔഷധ ഗുണമുള്ള ചമ്മന്തിയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചമ്മന്തിയേക്കാളും സ്വാദ് കൂടുതലാണെങ്കിൽ മാത്രമേ ഉള്ളൂ, ഒട്ടും തന്നെ കുറയൂല. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.